ഇന്ന് കേരളത്തിലെ ഒരു പ്രവാസി വ്യവസായിയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അറബ് രാജ്യങ്ങളിലെയൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡറായും പലപ്പോഴും പല ഗുണപരമായ ചർച്ചകൾക്കും ഒരു മധ്യസ്ഥനായും ഇടപെടലുകാരനായുമൊക്കെ നിൽക്കുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തകനും മനുഷ്യസ്നേഹിയുമായ ഒരാളാണ് ശ്രീ എം.എ. യൂസുഫ് അലി എന്ന യൂസുഫ് അലിക്ക. കേരളത്തിൽ നിന്നങ്ങനെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് വ്യവസായികളുണ്ട്. ചില ആളുകളൊക്കെ ഇങ്ങനെ വാർത്തയിലും അവാർഡുകളിലും പുരസ്കാരങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നെങ്കിലും സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാത്തവർ, PR വർക്കിന് വേണ്ടി കുറേ പാവപ്പെട്ടവരായ മനുഷ്യരെ പെൻഷൻ്റെ പേരും മറ്റുള്ളതുമൊക്കെ പറഞ്ഞ് ജനപ്രതിനിധികളുടെ വീടുകളിൽ വിട്ട് വളരെ എന്ത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെന്നറിയില്ല, അത്തരം ചില PR വർക്കുകൾ ഒക്കെ ചെയ്യുന്നവരുടെ ഇടയിലാണ് യൂസുഫ് അലിയെപ്പോലെ ഒരാൾ പലർക്കും അപ്രതീക്ഷിതമായി കൈ നിറച്ച് വാരിക്കോരി കൊടുത്ത് സഹായിക്കുന്ന ഒരാളങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതിലും കടിയും അസൂയയും ഒക്കെയുള്ള ഒരുപാട് പേരുണ്ട്. പല നിരീക്ഷകരുമുണ്ട്, പല വിലയിരുത്തലുകാരുമുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊന്നും മാറില്ല. അതൊക്കെ ഇനി പുള്ളി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് തുടരുക തന്നെ ചെയ്യും. ഇനി അഥവാ പുള്ളിയുടെ കാലം കഴിഞ്ഞാലും എവരുടെ ഒരു കടി തീരാൻ വേണ്ടി ഒരു വർഷത്തോളമെങ്കിലും പുള്ളിയെ കുറ്റം പറയുകയും ചെയ്യും. അതൊന്നും അങ്ങനെ മാറുന്ന രോഗമല്ല. അതൊക്കെ ഈ അസൂയയും കുശുമ്പും കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരുതരം വ്യത്യസ്തമായ കരപ്പനാണ്. അതിന് വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. പണ്ട് ഹോമിയോ മരുന്നൊക്കെ കരപ്പന് കൊടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കുഞ്ഞുങ്ങൾ വയറിളകി കഴിയുമ്പോൾ കരപ്പം പോകുന്നതാണെന്ന് പറയുമായിരുന്നു. ഇനിയിപ്പോൾ ഒരുപാട് മുതുക്കായവർക്ക് അത് കൊടുക്കാനും ഏൽക്കുകയും ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഇതൊന്നുമല്ല. ഇപ്പോൾ ശശി തരൂർ മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്താ ചാനലുകളും മാധ്യമങ്ങളും ഈ യൂസുഫ് അലിയിൽ ഔഷധമൂല്യമുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചതിൻ്റെ നടുക്കം കിട്ടു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കും അതിൻ്റെ അപ്പുറത്തുള്ളവരുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന വാർത്ത കൊടുക്കുന്ന അത് നടത്തുന്ന ആളുകളൊക്കെ നമ്മൾ സാറിന് പറയുമല്ലോ, ഞരമ്പേക്കൂടെ ഓടുമ്പോൾ ഈ കച്ചവടവും വ്യാപാരവും കഠിനാധ്വാനവും ഒക്കെ കൊണ്ട് വരമ്പിൽ കൂടി ഓടിയ ഒരാളാണ് യൂസുഫ് അലി, എം.എ. യൂസുഫ് അലി. പുള്ളിക്കറിയാം എന്തിൽ തൊടണം, എവിടെ തൊടണം, എവിടെ വരെ തൊടണം, എന്ത് വിഷയങ്ങളിൽ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ ലോകത്ത് ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുന്നതും അതുപോലെ തന്നെ പബ്ലിക് ലൈഫിൽ വളരെ വിസിബിളായി മുന്നിൽ നിൽക്കുന്നതും ഒക്കെ കാണാൻ. പുള്ളി കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് വന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ നാട്ടിൽ നിന്നായാലും ഇല്ലാത്ത ഗോസിപ്പുകൾ വെറുതെ തൊടുത്തു വിടരുത് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ UAE ചാനലുകാരൊക്കെ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളാരും അല്ല, ഇവിടെ ഉള്ളവരാരും അല്ലെന്ന്. അപ്പോൾ എവിടെ നിന്നായാലും അത് പാടില്ലെന്നാണ് പറഞ്ഞത്. യൂസുഫ് അലിയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഉള്ള 1-1.5 മാസക്കാലം എന്ന് പറയുന്നത് ഇവരെന്തും വാർത്തയാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നവരാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെ പോലും സ്ഥാനാർത്ഥികളാക്കി പലയിടത്തും വെച്ച് വാർത്ത എടുത്തു വെച്ചങ്ങ് വീശുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് വന്നൊരു വാർത്തയാണ് കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കാൻ പോകുന്നു. സത്യത്തിൽ കണ്ണൻ ഗോപിനാഥന് പാലക്കാടെന്നല്ല കേരള പൊളിറ്റിക്സിൽ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, 100% ഒരു താല്പര്യമില്ലാതാണ് അദ്ദേഹം ഡൽഹിയിൽ തുടരുന്നത്. ഇവിടുത്തെയൊക്കെ ഇല്ല സരിനെയൊക്കെ കണ്ടാണ് കണ്ണൻ ഗോപിനാഥൻ അതുപോലത്തെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ കാച്ചി വിടുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പ്രവാസി വ്യവസായി വളരെ പ്രയാസത്തോടെ പറഞ്ഞു, ഈ KM മാണി സാറിൻ്റെ കാലം മുതൽ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ, കോൺഗ്രസ്, CPM, BJP എന്ന് വേണ്ട ഏത് പാർട്ടിയിൽ ചെല്ലുന്നവരും ഈ ഗൾഫുകാരനായ UAE മലബാറുകാരനായ ഒരു വലിയ നല്ല മനുഷ്യൻ്റെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത് അത് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വം സ്വീകരിക്കാറുണ്ട്, അദ്ദേഹത്തെ വീട്ടിൽ പോകാറുണ്ട്, അദ്ദേഹത്തെ പോയി കാണാറുണ്ട്, അദ്ദേഹത്തിന് UAE പൗരത്വമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ ഉപകാരങ്ങൾക്ക് ഉപയോഗിക്കാറൊക്കെയുണ്ട്. ആ മനുഷ്യൻ്റെ പേരും ചേർത്തൊരു വാർത്ത അങ്ങ് തട്ടി. അതായത് KM മാണിയുടെ മോൻ ജോസ് K മാണി പാർട്ടി മാറാൻ പോകുന്നത് ദുബായിലെ ഒരു വ്യവസായിയുടെ വീട്ടിൽ വെച്ച് രഹസ്യ ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞ്. അതിന് രഹസ്യ ചർച്ച നടത്താൻ ദുബായിലെ ഒരു വീട്ടിൽ വരിപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ എന്തെല്ലാം സാങ്കേതിക വിദ്യകളും എന്തെല്ലാം മാർഗ്ഗങ്ങളും എന്തെല്ലാം സംഗതികളും ഉണ്ട്. നാട്ടിലൊക്കെ നടക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരെ വിളിച്ച് ചോദിച്ചാൽ മതി ഇതൊക്കെ ചെയ്യാൻ എന്താ മാർഗ്ഗമെന്ന്. അവരെത്ര കൊല്ലം ആരും പിടിക്കാതെ കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാണിസാറിൻ്റെ മകനും മാണിസാറും അതുപോലെയുള്ള എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നതാണ്. ആ വീട്ടിൽ ഇദ്ദേഹം പോയി എന്നുള്ളത് കൊണ്ട് അതൊരു ചർച്ചാ കേന്ദ്രമാക്കി. അത് നമ്മുടെ മരമുറി ചാനലുകാരൻ്റെ ഒരു വിനോദമായിരുന്നു. പുള്ളി അങ്ങ് കത്തിച്ചു വിട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് അവിടുത്തെ ഈ മരമുറി റിപ്പോർട്ടറെ വിളിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എന്തോന്നറിയാമോ? അയ്യോ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല സാറേ,
അതങ്ങനെ അങ്ങ് കൊടുത്തതാ, ഒരു കാര്യം ചെയ്യ് സാർ ഒരു പ്രതികരണം പറ, അങ്ങനെ ഇല്ലെന്നും പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഉടനെ ആ ഒരു വാർത്ത കൊടുക്കാമല്ലോ. അങ്ങനെ ഇല്ലെന്ന് ആ പ്രവാസിയുടെ പേര് വെച്ച് ഇപ്പം പറഞ്ഞില്ലേ, നിഷേധിച്ച് യൂസുഫ് അലി എന്നും പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഗതിയൊക്കെ ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിനോദത്തിൻ്റെ ഭാഗമാണ് ഈ സംഗതിയൊക്കെ. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ സമൂഹത്തിന്, നാടിന്, ആളുകൾക്ക് തൊഴിലായോ ഈ ജീവകാരുണ്യ സഹായങ്ങളായോ അല്ലാതെ മറ്റ് ദേവാലയങ്ങൾക്കും കരുണാലയങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ നിങ്ങളുടെ ഒരു അല്പ വാർത്തയുടെ റീച്ചിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ബലിയാടാക്കരുത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചർച്ച നടത്താനും തീരുമാനം എടുപ്പിക്കാനും ഒക്കെ പറയുന്നവരുണ്ട്. എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയോട് അത്രയും അടുപ്പമുള്ളൊരു വ്യവസായി എന്ന് പറയുന്ന ഈ കാര്യത്തിൽ ബന്ധപ്പെടുന്ന ആൾ യൂസുഫ് അലി അല്ലെന്നും വേറൊരാളാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനും ആ പേര് പറയുന്നില്ല. പക്ഷേ അതിന് പകരം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ അതിനൊരു റീച്ച് കിട്ടൂല. അതിനാണ് യൂസുഫ് അലിയുടെ പേര് കൊണ്ടിടുന്നത്. അപ്പോഴത്തേക്ക് കുറേ വംശീയവാദികളും വിദ്വേഷവാദികളും ഒക്കെ അടിയിൽ വന്ന് കുറേ തെറി വിളിക്കും, കുറേ പങ്കുവെക്കും വീഡിയോ. അതിൻ്റെ ഒരു ഗുണവും കിട്ടും. നാണമില്ലാത്തത് കൊള്ളാം.